وأحفظ بها لله تعالى فتقبلها مني ويسرها لي يا رب العالمين. الله تعالى يقول ഞാൻ കരുതി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിലുള്ള നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പ് വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളെ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം ഈ ക്യാമ്പ് ആരംഭിച്ചതെങ്കിലും ഇന്ന് സംസ്ഥാനത്തും ഒട്ടാകെയും അതുപോലെ തന്നെ മറ്റ് അതർ സ്റ്റേറ്റുകളിൽ നിന്ന് വരെ ആളുകൾ ഹാജിമാർ ഇവിടെ എത്തി ഇവിടെ നിന്ന് ഹജ്ജിന് പോകുന്ന വലിയ ഒരു സംവിധാനത്തിലേക്ക് ഈ ക്യാമ്പ് മാറിയിരിക്കുകയാണ്. ഇതുവരെയും ഏപ്രിൽ 30 മുതൽ ഈ ദിവസങ്ങൾ വരെ ഏതാണ്ട് 5000 ശിഷ്ടം ഹാജിമാർ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വനിതകളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി അവർ, അതുപോലെ തന്നെ ജനറൽ കൺവീനറായിട്ടുള്ള സാഹിബ് അവർ, ഇതിനെയൊക്കെ സഹായിക്കുന്ന മുഹമ്മദ് മുസ്ത, അനസ് ഹാജി, സക്കീർ ഹാജി, അങ്ങനെ ഉൾപ്പെടെ ഒരുപടി ആളുകൾ രാവും പകലും ഇതിനു വേണ്ടി ക്യാമ്പ് ജയിപ്പിക്കാൻ വേണ്ടി രംഗത്തുണ്ട്. അതുകൂടാതെ ഇത് വളണ്ടിയർ കമ്മിറ്റി മെമ്പർമാർ ഭാരവാഹികളായിട്ടുള്ള മമ്മഞ്ഞു ചേർത്ത് ഐദ്രിസ് ഹാജി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. ഇതിലൊക്കെ ഉപരിയായിട്ട് ഈ ക്യാമ്പിന് ഏറ്റവും കൂടുതൽ നല്ല പ്രവർത്തനം നടത്തുന്ന മീഡിയ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. നമ്മുടെ ഇവിടെ നിന്നുള്ള വാർത്തകൾ മറ്റുള്ള ആളുകളെ അറിയിക്കാൻ വേണ്ടി എല്ലാ മലയാള ദിനപത്രങ്ങളും മനോരമ, മാതൃഭൂമി, മലയാളത്തിലെ പ്രധാന പത്രങ്ങളൊക്കെ തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ഈ വാർത്ത, ഹജ്ജ് വാർത്ത, അത് ജനങ്ങൾക്ക് അറിയുന്നതിന് ഈ ക്യാമ്പിനെ ശ്രദ്ധേയമാക്കുന്നുണ്ട്. ഇതിനൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്ന ഇവിടുത്തെ മീഡിയ, ഞാനുൾപ്പെടെയുള്ള ആളുകൾ, സബ് കോർഡിനേറ്ററായിട്ടുള്ള ജലാൽ ടൈംസിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം ശ്ലാഘനീയമാണ്. ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മീഡിയ നല്ല പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. ഹജ്ജ് ക്യാമ്പ് ഇന്നിപ്പോൾ ഇവിടെ അവസാനിച്ചാൽ ഇന്നത്തെ രാത്രി അർദ്ധരാത്രിക്ക് ശേഷം 12:10 ഫ്ലൈറ്റ് പോയി കഴിഞ്ഞാൽ ഇനി കുറച്ച് ദിവസത്തേക്ക് ഇത് അവധിയാണ്. 19-ാം തീയതിയാണ് അവസാനത്തെ ഫ്ലൈറ്റ്. അതോടുകൂടി ഈ ഹജ്ജിൻ്റെ ഈ വർഷത്തെ ക്യാമ്പ് പരിസമാപ്തി കൊടുക്കുകയാണ്.